ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ബൊലോനയിലാണുള്ളത്. ഇറ്റലിയിലെ ബൊലോനയിലാണ് നമ്മൾ നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റുള്ളൂ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ പോകണം. അപ്പോൾ ഞാൻ അതിനു മുന്നേ നിങ്ങൾക്ക് ഈ അപ്പാർട്ട്മെൻറ്റിലത്തെ ബാൽക്കണി കാണിച്ചു തരാം. ഇന്നലേക്ക് ഇവിടെ മഴയായതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ടേക്കൊന്നും ഇപ്പോഴും ഉണ്ട്. 2 ദിവസമായിട്ട് ഞങ്ങൾ ഇറ്റലിയിൽ വന്നപ്പോൾ തൊട്ട് നല്ല മഴയാണ്. എന്താ ഒരു ഐശ്വര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഇത് ബാക്ക് സൈഡാണ്. പാർക്കിംഗ് ഏരിയയൊക്കെയാണ്. ഫ്രണ്ട് ഇതല്ല കേട്ടോ, ഇത് ബാക്ക് സൈഡാണ്. അപ്പോൾ ഇപ്പോഴും ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ജർമ്മനിയിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബാക്കിൽ മലകളൊക്കെ കണ്ടാനെ. ഇവിടെ കുറേ കൂടെയൊക്കെ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇറ്റലിയിൽ വന്ന ദിവസം തൊട്ട്, ഇതിപ്പോൾ നമ്മുടെ 3rd ഡേ ആണ്. അപ്പോൾ ഇറ്റലിയിൽ വന്ന ദിവസം തൊട്ട് ഇവിടെ മഴയാണ്. അതായത് 2 ദിവസം നമുക്ക് മൊത്തം മഴയാണ് കിട്ടിയത്. ആകെ പിസ അവിടെ പോയപ്പോൾ മാത്രമാണ് കുറച്ച് നേരം ഒരു മഴ ഒന്ന് മാറിയുന്നത്, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ട്രാവലിംഗ് തുടങ്ങിയപ്പോൾ വീണ്ടും മഴ വന്നു. അപ്പോൾ ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇന്ന് നമ്മൾ നമ്മുടെ ഇറ്റലി ട്രിപ്പിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓഫ് കോഴ്സ് പിസ്സ ടവർ ഒരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു. എന്നാലും ഇതൊരു എന്താ പറയുക, ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ, പലവരുടെയൊക്കെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കാരണം ഈ നാടിൻ്റെ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ താമസിച്ച ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെയും അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല ഗംഭീരമായി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ നിങ്ങൾ തമ്പനെയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. അതേ, നമ്മൾ വെനീസിലേക്ക് പോവാണ്. അപ്പം അത്യാവശ്യം ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. കാരണം ഇത്രയും നേരം കണ്ട സ്ഥലം പോലെയല്ല ഇത്. കുറച്ച് നമ്മൾ വെള്ളത്തിലൊക്കെ പോകണം, അതായത് വെള്ളത്തിൽ കൂടെയൊക്കെ ട്രാവൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിൽ കയറിയേക്കാണ്. ഈ ബോട്ട് ഓരോ ഫിക്സഡ് ടൈമിലാണ് അങ്ങോട്ടേക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. We lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. We'll let go of all that we know and dance in the stardust, gentle flow. Dancing in the stardust, we're weightless and free in a world of wonders. Just you and me, lost in the moment. Our spirits ignite. നമ്മളപ്പോൾ ബുറാനോ ഐലൻഡ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെനീസ് എത്തി. വെനീസിൽ നിന്ന് ഒരു ബോട്ട് എടുത്തിട്ട് ബുറാനോ ഐലൻഡ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2 hours ആണ് ഈ ജേർണി. ഇറ്റ് വാസ് വണ്ടർഫുൾ. പക്ഷേ എനിക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് നമ്മുടെ കൊച്ചി ഏരിയക്കില്ലേ, മറ്റേ ബോൾഗാട്ടി പാലസൊക്കെ കാണാൻ പറ്റുന്ന ആ ഒരു ടൈപ്പാണ് ഫീൽ ചെയ്തത്. പിന്നെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൊക്കെ മാറി. പിന്നെ കുറേ ഫുൾ ബിൽഡിങ്സ് ആയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാലങ്ങളൊക്കെ കാണാം. അത് സാധനം നല്ല കാറ്റാണ്. അത്യാവശ്യം നല്ല തണുപ്പ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടം സീസൺ ആയതുകൊണ്ട് തണുപ്പ് കയറി വരുന്നുണ്ട്. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊരു മഴയും അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരമാലകളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബുറാനോ ഐലൻഡ്സിൽ എത്തി. ഈ വെനീസിൽ തന്നെയാണെങ്കിലും ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. അതിനകത്തെ ഒരെണ്ണമാണ് ബുറാനോ എന്ന് പറയുന്നത്. അതേപോലെ ഇത് ഫേമസ് ആയിട്ടുള്ളത് കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെയുള്ള കളർഫുൾ ബിൽഡിങ്സ് നേരിട്ട് കാണുമ്പം ആ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെ തന്നെയാണോ എന്ന്. Hello everyone, welcome to Venice. നമ്മൾ വന്നപ്പോൾ ചെറുതായിട്ട് മഴയായിപ്പോയി. ചെറുതായിട്ടല്ല, ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയാൽ ഇങ്ങനെ ഫുള്ള് കളർഫുൾ പെയിൻ്റാണ്. അത്യാവശ്യം നല്ല പഴക്കമുണ്ട് കേട്ടോ.
ഈ ഉപ്പുള്ളതായതുകൊണ്ടാ തോന്നുന്നു മതിലൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു. Okay, but I'm saying there are others. Like they do exist. കഫേക്ക് എന്ത് കളർഫുള്ളല്ലേ കസേരക്ക്. ആ സെൻറ്ററിൽ നിൽക്കുന്ന ടവർ ഉണ്ടോ, അതിന് നല്ലൊരു ചരിവുണ്ട്. ഒരു പ്രത്യേക തരത്തിൽ ചരിഞ്ഞ ഗോപുരം. ഇവിടെ ഇതേപോലത്തെ ബ്രിഡ്ജസ് പല പല സ്ഥലങ്ങളിലുണ്ട്. അതന്നെ ഇഷ്ടം പോലെയുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, അങ്ങേ അറ്റം വരെ നോക്കിയേ. അതുപോലെ ഇവിടെയും എല്ലാ വീടുകളും എല്ലാ അപ്പാർട്ട്മെൻറ്റ്സും തന്നെ ഇവർ ഭയങ്കര കളർഫുള്ളായിട്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു ഈ വെനീസിൻ്റെ ഒരു ഭംഗി. അതുപോലെ ബോട്ട്സും കളർഫുൾ, പിന്നെ വെള്ളമാണെങ്കിൽ ഇതിപ്പോൾ കുറച്ച് മഴയും ഓട്ടം സീസണൊക്കെ തുടങ്ങിയോണ്ടാണ് ഒരു ചാര കളറ്. പക്ഷേ ഇതൊരു ശരിക്കും ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ, ലൈറ്റ് ബ്ലൂ ഗ്രീൻ എന്നൊക്കെ പറയാം. സ്വന്തം വീടിന് പെയിൻറ്റ് അടിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം എന്നുള്ളത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ ഈ ഐലൻഡിൽ അങ്ങനെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഓരോ അപ്പാർട്ട്മെൻറ്റിനും ഓരോ സ്ലോട്ട് ഉണ്ട്. ആ സ്ലോട്ടിൽ ഇന്നിൻ്റെ കളേഴ്സേ അടിക്കാൻ പാടുള്ളൂ എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിന് പെയിൻറ്റ് അടിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ട് അവർ ചൂസ് ചെയ്യുന്ന കളറാണ് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. അതാണല്ലോ ഈ ബുറാനോ ഐലൻഡ്സിനെ ഇത്രയും അധികം ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറ്റിയത്. അപ്പോൾ ഗവൺമെൻറ് മെച്ചപ്പെട്ടാലേ നാട്ടുകാർ മെച്ചപ്പെടുള്ളൂ. അതുകൊണ്ട് നല്ലൊരു കാര്യമാണ് ഇതൊക്കെ. ഇവിടുത്തെ ജനലുകളും വാതിലുകളും ഒക്കെ ആണെങ്കിലും ഭയങ്കര പഴക്കമുണ്ട്. പിന്നെ പെട്ടെന്ന് നശിച്ചും പോകും, കാരണം ഈ ഉപ്പുവെള്ളത്തിൻ്റെ കാറ്റൊക്കെയല്ലേ അടിക്കുന്നത്. നല്ല റെഡ്. നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോഴാണ് കേട്ടോ അതാ ഒരു കപ്പിൾസിനെ കണ്ടത്. അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ഈ വെനീസൊക്കെ പലവരും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇവിടുത്തെ നാട്ടുകാരായിട്ട് അങ്ങനെ തോന്നിയില്ല. അതേപോലെ ബുറാനോ ഐലൻഡ്സിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മൾ ഈ ഡ്രസ്സിൻ്റെയൊക്കെ അരുവത്തൊക്കെ കാണില്ലേ, അതേപോലത്തെ ലേസ് അതിവിടെ ഹാൻഡ് മെയ്ഡായിട്ട് അവർ ഉണ്ടാക്കുന്നുണ്ട്. എന്താല്ലേ ഈ ടൂറിസം കാരണം ഇവിടെയുള്ള ഇങ്ങനെയുള്ള ചെറുകിട കച്ചവടക്കാരും രക്ഷപ്പെട്ടു പോവാണ്. ഇതാ കണ്ടില്ലേ, ലേസ് ഡ്രസ്സുമ്പോൾ മാത്രമല്ല ഇങ്ങനെയുള്ള വിഷറിയിലും അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് നല്ല ഭംഗിയുള്ള സോവനിയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ പ്രോപ്പറായിട്ടുള്ള വെനീസ്, അതായത് വെനീസ് മെയിൻ സെൻറ്ററിൽ ചെന്നിട്ട് സോവനിയേഴ്സൊക്കെ വാങ്ങിക്കാം എന്നാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്ലാൻ. Will find a way through the celestial symphony. We'll sway with every step we leave our cares behind. In this celestial ballroom, love's defined. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. Dancing in the stardust, we're weightless and free. ഇവിടെ ഇങ്ങനെ ഒരുപാട് നല്ല ഭംഗിയുള്ള മാസ്കുകളുണ്ട് കേട്ടോ. ഇത് വെനീസിലെ കാർണിവലിന് യൂസ് ചെയ്യുന്നതാണ്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഐഡൻറ്റിറ്റി പുറത്ത് റിവീൽ ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ എല്ലാവരും ഒരുപോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഇതിൻ്റെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ എങ്ങനെയൊക്കെ നടന്നാലും നമ്മളെ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബുറാനോ ഐലൻഡ്സ് ലേസ് പ്രൊഡക്ഷന് ഭയങ്കര പോപ്പുലറാണെന്ന്. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഒരുപാട് തരത്തിൽ അവർ ലേസ് വെച്ചിട്ട് പല പല സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ വിഷറിയും ടേബിൾ ക്ലോത്ത്സും അതേപോലെ പല സാധനങ്ങൾ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ആ കടയുടെ അകത്തേക്ക് കയറിയില്ല. ഇതേപോലെ ഷോ പീസുകളും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. എന്തായാലും എന്നാലും ഐഡിയ അടിപൊളിയായിട്ടുണ്ട്.
നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിക്കാണ്. അവിടെ നിന്ന് ഒരു കോഫിയും അതേപോലെ പിസ്ത ഫില്ലിംഗ് ഉള്ളൊരു സംഭവമൊക്കെ വാങ്ങിച്ചു. പിന്നെ അതിനുശേഷം കൽസോൺ എന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങിച്ചു. അതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ ഇറ്റാലിയനിലായതുകൊണ്ട് അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ഉള്ളിൽ ഹാമും ചീസും പിന്നെ ടൊമാറ്റോയും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫില്ലിങ്ങും ആയിരുന്നു അത്. നമ്മളിനി ബുറാനോ ഐലൻഡ്സിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള വെനീസ് സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ പോവാണ്. അപ്പം നമ്മൾ വന്ന ബോട്ടിന് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. വെനീസ് എത്തിയപ്പോഴേക്കും ക്ലൈമറ്റ് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സൂര്യപ്രകാശമൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് ഈ വീഡിയോയിൽ കാണാനും അത്യാവശ്യം ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ പറയില്ല ഇതിൻ്റെ പ്രോപ്പർ ഭംഗിയിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ്. ആ വെള്ളമൊക്കെ, ആ ഒരു ലൈറ്റ് ബ്ലൂ കളറിലെ വെള്ളവും അതുപോലെ ഈ ബിൽഡിങ്സും ഒക്കെ ഭയങ്കര രസമായിരുന്നു ആദ്യത്തെ ആ ഒരു ലുക്ക് തന്നെ. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ബോട്ട്. നമ്മുടെ ബോട്ടിൻ്റെ കപ്പിത്താൻ കോർണോൾഡി അപ്രോഡോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ആലപ്പുഴയിലൊക്കെ ബോട്ടുകളിലൊക്കെ കയറില്ലേ, അതേപോലെ ഒരു പോർട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വെനീസ് സിറ്റിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഞാനിത് പ്രത്യേകിച്ച് എടുത്തു വരേണ്ട കാര്യമില്ലല്ലോ. വെനീസിന് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണുന്നതാണ് ഈ കുഞ്ഞു കുഞ്ഞു പാലങ്ങളും അതേപോലെ ഇങ്ങനെ നാരോ ആയിട്ടുള്ള കനാൽസും അതേപോലെ ഇങ്ങനെ പോകുന്ന ഈ ഗൊണ്ടോല റൈഡുകളും. അതായത് ഈ വഞ്ചികളെ പറയുന്ന പേരാണത്. അതേപോലെ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാവരും തന്നെ പുറത്തുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കഫേസും അതുപോലെ ഷോപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു ആ വന്ന് ഇറങ്ങിയ ടൈം തന്നെ. ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ വെനീസിൽ വരുമ്പം കഴിക്കാൻ പറ്റിയ മെയിനായിട്ടുള്ളൊരു ഫുഡ് ഓപ്ഷനാണ് സീ ഫുഡ് എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ കണ്ടതാണ്. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള സീ ഫുഡ് ഐറ്റംസ് കിട്ടും. ഇതൊക്കെ ഇതിൻ്റെ മുകളിലുണ്ടല്ലോ ഒരു പറക്കുന്ന സിംഹമാണ്, ഫ്ലൈയിങ് ലയൺ. ഈ സിംഹം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് സ്ട്രെങ്ത്തിനെയും അതേപോലെ ആ വിങ്സ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് സ്പിരിച്വൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയുമാണ്. ഈ കാണുന്നതാണ് കേട്ടോ സെയിൻറ്റ് മാർക്സ് ബസിലിക്ക. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് തന്നെ പറയണം, കാരണം ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ തന്നെ കാണാനായിട്ട്. ഇൻറ്റീരിയർ അതിലും ഭംഗിയാണെന്നാണ് ഞാൻ ഗൂഗിളിൽ നിന്ന് വായിച്ചത്. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വരുമ്പം കയറി കാണാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ കയറി കാണുക. ഞങ്ങൾ പോയ ടൈം അവിടെ എന്തൊക്കെയോ റിനോവേഷൻ വർക്ക്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പുറത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇങ്ങനെ ചെറിയ രീതിയിൽ സ്കഫോൾഡിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
ഈ വെനീസ് ഗ്ലാസ് പ്രൊഡക്ഷനും പേര് കേട്ടതാണ് കേട്ടോ. അതായത് പലതരത്തിലുള്ള ക്രിസ്റ്റലിലുള്ള ഐറ്റംസൊക്കെ ഇപ്പോൾ കാണുന്ന പോലെയൊക്കെ നല്ല രീതിയിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു മോതിരമാണ്, എനിക്കിഷ്ടപ്പെട്ടു, ഗാലക്സി പോലെയൊക്കെ. പക്ഷെ എൻ്റെ കയ്യിൽ ആ മോതിരം ഇട്ടാൽ അതങ്ങോട്ട് താങ്ങില്ല, കാരണം മോതിരം ഭയങ്കര വലുതാണ് എനിക്ക്. അടുത്തതായി നമ്മൾ ഗോണ്ടോല റൈഡിൻ്റെ അടുത്തേക്ക് വന്ന് കാണാം. ഇത് എല്ലാം ഇങ്ങനെ പ്രൈവറ്റ് ട്രിപ്പ് പോലെയാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവരും നോക്കിയാൽ മനസ്സിലാവും, അത് ഓടിക്കുന്നവരൊക്കെ സെയിം യൂണിഫോമാണ് ഇട്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. മറ്റേ ക്ലൗണിൻ്റെ പോലത്തെ യൂണിഫോമാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ മോഡൽസ് ആണെന്ന്, കാരണം എല്ലാവരും ഏകദേശം ഒരു ലുക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ പ്രൈവറ്റ് ടൂർസൊക്കെ എടുക്കാം. അപ്പോൾ ഓരോ ഫാമിലീസും അല്ലെങ്കിൽ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് കയറുന്നത്. ഈ 6 പേർക്ക് പോകാവുന്ന ട്രിപ്പുണ്ട്, അതേപോലെ 4 പേർക്ക് പോകാവുന്ന ട്രിപ്പും ഉണ്ട്. ഇങ്ങനെ നാരോ ആയിട്ടുള്ള ഈ ഒരു കനാലിൽ കൂടെ ആ ഒരു ബ്രിഡ്ജിൻ്റെ കടയിൽ കൂടി ഇതിങ്ങനെ പോകുന്നത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ ഈ ഇറ്റലി ട്രിപ്പിൽ തന്നെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇറ്റലിയിൽ ഫുഡിൻ്റെ വെറൈറ്റീസ് അതൊരു രക്ഷയില്ല. ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ നമ്മുടെ നാട്ടിൽ വെച്ച് ഞാൻ കമ്പയർ ചെയ്തിട്ടല്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ ജർമ്മനിയിലായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഇറ്റലിയിൽ ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. മാത്രമല്ല ഇവിടുത്തെ ആളുകളും ഭയങ്കര പ്ലസൻ്റ് ആണ്, ഇവിടുത്തെ ഫുഡും ഭയങ്കര ടേസ്റ്റ്. നിങ്ങൾ ആരെങ്കിലും ബൂം ബാങ് ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പലതരത്തിലുള്ള പാസ്തയാണിത്. ഇറ്റലിയിൽ പാസ്ത ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോഴാണെങ്കിലും നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ കുറേ നാരോ ആയിട്ടുള്ള സ്ട്രീറ്റുകൾ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പാട്ടോ. എനിക്ക് ചില വഴികളൊക്കെ ചെന്നപ്പോൾ ഒരുമാതിരി ശ്വാസം മുട്ടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും ഇടുങ്ങിയ വഴിയിലൂടെ നടന്നത്ര പരിചയമില്ലല്ലോ. അതെ, ഇതല്ലേ മറ്റേ സിനിമയില്ലേ, എന്താണ്, എസ്കേപ്പ് റൂം, അതുപോലെ. അതെ, എസ്കേപ്പ് റൂമിൽ ഈ 2 വാളിങ്ങനെ കൂടി വരും. ഓ, മറ്റേ ക്ലാസ്ട്രോഫോബിയ ഒക്കെ ഉള്ളവർക്ക് ഇതിൽ കൂടെ നടക്കാൻ പറ്റില്ല. ക്ലാസ്ട്രോഫോബിയ. അങ്ങനെ നമ്മൾ ആ ഒരു വലിയ ഇടനാഴിയൊക്കെ താണ്ടി വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ അത്യാവശ്യം ഒരു റേറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അങ്ങിരുന്നു. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഞാൻ ഓർഡർ ചെയ്തത് സീ ഫുഡ് സ്പഗറ്റിയാണ്. ചേട്ടൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് സ്ക്വിഡ്. ഇവിടെ ഫ്രൈഡ് കലമാരി എന്ന് പറയും. ഇതെന്താ? ഗ്രിൽഡ് ചീസും പിന്നെ ഒരു ലെമണും ഉണ്ട്. സോ ഗുഡ് അപ്പറ്റൈറ്റ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സന്ധ്യാസമയം നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സൺസെറ്റ് വ്യൂ. അവിടെ ഒരു ചേർച്ച് ഉണ്ട്. അപ്പോൾ അതും ആ ഒരു ലാമ്പും പിന്നെ ഇത്ര ആൾക്കാരും ഈ ഒരു
എന്താ പറയുക റിവറും ഒക്കെ കൂടിയിട്ട് ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു സീനറി ആയിരുന്നു. നമ്മുടെ ഈ ഇറ്റലി ട്രിപ്പ് ഏകദേശം ഇപ്പം അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പം ഈ ഒരു ട്രിപ്പ് അവസാനിപ്പിക്കാൻ പറ്റിയ ഒരു നല്ല ഒരു സീനറി ആയിരുന്നു അത്. കുറച്ചൊക്കെ ഒന്ന് ഇരുട്ടായി തുടങ്ങി കേട്ടോ. പക്ഷേ അപ്പോഴാണ് നമ്മൾ ഓർത്തത് നമ്മൾ ഇറ്റലിയിൽ വന്നിട്ട് ജെലാറ്റോ ട്രൈ ചെയ്തിട്ടില്ല. കോൾഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിങ്ങനെ നീട്ടി വെച്ചൊക്കെയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ജെലാറ്റോ സ്പെഷ്യൽ ഫ്ലേവേഴ്സും കൊണ്ട് ട്രൈ ചെയ്തിട്ട് നമ്മുടെ ഫുഡ് ടൂറും കൂടെ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. Thank you. ഈ വെള്ളം എടുത്തിട്ടേ അപ്പോൾ ഞാൻ അടുത്ത ഫ്ലേവർ തിരാമിസു ആണ്. നമ്മൾ ഇന്നലെ തിരാമിസുവിൻ്റെ ഡെസേർട്ട് കഴിച്ചു. ഇനി ഐസ്ക്രീം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനൊരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല എന്ത് ടേസ്റ്റ് ആണെന്ന്. പക്ഷെ ചെറിയൊരു ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ഫീൽ ആവുന്നുണ്ട് ചെറുതായിട്ട്. ഒരു എനിക്കൊരു ബിയറിൻ്റെ ഒരു ചോ പോലെയാണ് ഫീൽ ചെയ്തത്. ചെറിയൊരു ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ട്. ഈ നെക്സ്റ്റ് ഫ്ലേവർ ലെമൺ ആണ്. ലെമൺ ഐസ്ക്രീം ഞാനങ്ങനെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പുളിയാണ്, പുളി മധുരം പക്ക നമ്മുടെ നാരങ്ങയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ. പക്ഷെ തിരാമിസു ഉള്ള കേട്ടോ, ഇതൊരു വേറൊരു ഫ്ലേവറാണ്. അപ്പോൾ നമ്മളുടെ ഇറ്റലി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു സ്ഥലത്ത് അല്ലെങ്കിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും cheers.